എന്തായിരുന്നു റോഷിനി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായത്? മിസ് കോഷീസ് ഇന്റഗ്രൽ തിയറം തിയറം. അല്ലേ? ഏതിന്റെ കേസിലായിരുന്നു ഇന്റഗ്രൽ എടുത്തിട്ടുണ്ടായത്? തിയറം. സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ആണോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമെയിൻ ആണോ? സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ. സിംപ്ലി കണക്റ്റഡ് ഡൊമെയിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ഞാൻ ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമെയിനെ കുറിച്ചാണ്. അപ്പോൾ അതിന്റെ കോഷീസ് തിയറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, തിയറം ഞാനിത് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നിങ്ങൾ നോക്ക്. Cauchy's theorem for multiply connected domains. Let C, C1, C2, etc. Cn be simple closed curves such that C1, C2, etc. Cn are interior to C and have disjoint interiors. If F is analytic on each contour and at each point that is interior to C and exterior to each Ci, then integral over C f of z dz equal to summation I is equal to 1 to n ഇന്റഗ്രൽ സി ഐ എഫ് ഒ സെഡ് ഡി സെഡ്. ഇങ്ങനെയാണ് നമ്മുടെ മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമൈൻ്റെ കേസിൽ നമ്മുടെ കോഷീസ് തിയറം ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ സാധാരണ നമ്മുടെ മൾട്ടിപ്ലൈ കണക്റ്റഡ് അല്ലാണ്ട് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ്റെ കേസിൽ കോഷീസ് തിയറം എന്താ പറഞ്ഞിട്ടുണ്ടായത്? നമുക്കൊരു സിമ്പിൾ ക്ലോസ്ഡ് കേർവ് ഉണ്ടാവും. ഇവിടെ ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് നമ്മുടെ ആ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ത്രൂ ഔട്ട് അനലറ്റിക്കും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ അതേസമയം നമ്മൾ മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമൈൻ എന്താന്ന് പറഞ്ഞു? മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമൈൻ എന്തായിരുന്നു? സിംപ്ലി കണക്റ്റഡ് അല്ലാത്ത എല്ലാ കേഴ്സുകളും അല്ലെ എല്ലാ ഡൊമൈൻസുകളും മൾട്ടിപ്ലൈ കണക്റ്റഡ് ആണ്. അപ്പോൾ അതിന് 2 എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡബ്ലി കണക്റ്റഡ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ട്രിപ്ലി കണക്റ്റഡ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഓരോരോ കേഴ്സ് എടുക്കുന്നതിനനുസരിച്ച് അതിന് നമുക്ക് ഓരോരോ പേര് കൊടുക്കാം. ഇങ്ങനെയുള്ള ഈ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ അല്ലാത്ത ബാക്കി ഡബ്ലി ആയിക്കഴിഞ്ഞാലും ട്രിപ്പിളി ആയിക്കഴിഞ്ഞാലും അതിനെല്ലാം പറയാം മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമൈൻസ് ആണ്. അപ്പം ഇവിടെയും കോഷീസ് തിയറം ഡിഫൈൻ ചെയ്യുന്നത് ഒരു മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമൈൻ്റെ അകത്താണ്. അതായത് ഒരു ഡൊമൈൻ ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു വലിയൊരു കേവ് സി ഉണ്ട്. ആ കേവ് സിൻ്റെ ഉള്ളിൽ കുറേ C1, C2, എക്സെട്രാ സി എന്ന് പറയുന്ന കേവ്സുകളുണ്ട്. അത് പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അതായത് കുറെ എന്താ ഒരു വലിയൊരു കേവ്സ് സിൻ്റെ അകത്ത് ഇതെവിടെ ഞാൻ ഫിഗറിൽ കാണിച്ച പോലെ ഇപ്പം ഞാൻ രണ്ട് C1, C2 എടുത്തിട്ടും ഇതിനകത്ത് എക്സെട്രാ CNകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു C1, ഇതൊരു C2, ഇത് രണ്ടും വെവ്വേറെ കേവ്സുകളാണ്. ഇത് പരസ്പരം ഇന്റർസെക്റ്റും ചെയ്യുന്നില്ല. ഈ രണ്ട് കേവ്സുകളും ലൈ ചെയ്യുന്നത് ഈ വലിയൊരു ഡോട്ടഡ് കേവ് ആയ സിൻ്റെ ഉള്ളിലാണ്. അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമൈൻ്റെ കേസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സി ഉണ്ടാവും. അതായത് ഒരു സി ഉണ്ടാകും, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ C1, C2, എക്സെട്രാ സി എന്ന് പറയുന്ന കുഞ്ഞു സിമ്പിൾ ക്ലോസ്ഡ് കേവ്സുകൾ ഉണ്ടാവുക. അപ്പം ഈ C1, C2, എക്സെട്രാ CNകളും ഈ സിയും കൂടി ഉണ്ടാകുന്ന ഈ ഒരു കേവ്സിൻ്റെ ഈ പോർഷൻസ് കാണുന്നില്ലേ, ഇത് ഇങ്ങനെയുള്ള പോർഷൻസ്, ആ പോർഷൻസുകളാണ് നമ്മുടെ ഫംഗ്ഷൻ എടുക്കുന്നത്. ആ ഫംഗ്ഷൻ ത്രൂ ഔട്ട് അനലറ്റിക് ആണെങ്കിൽ എന്താ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് കിട്ടും? ഈ വലിയൊരു കേർവിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും ഈ ഇതിനുള്ളിലുള്ള ഓരോരോ സിമ്പിൾ ക്ലോസ്ഡ് കേർവ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സം എടുക്കുക. അപ്പം അങ്ങനെ ഈ ഇന്റഗ്രൽ ഓവർ C1 പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 പ്ലസ് ഇന്റഗ്രൽ ഓവർ C3 എക്സെട്രാ ഇന്റഗ്രൽ ഓവർ CN എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇന്റഗ്രൽ ഓവർ C എഫ് ഓഫ് സെഡ് ഡി സെഡിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മുടെ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ്റെ കേസിൽ നമുക്ക് എന്താ ഉള്ളത്? ഒരു ഡൊമൈൻ ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു കേർവ് ഉണ്ട്. ആ കേർവിനെ കുറിച്ച് മാത്രമേ നമ്മൾ പിന്നെ നോക്കേണ്ട ആവശ്യമുള്ളൂ. ആ കേർവിൽ ഫംഗ്ഷൻ അനലറ്റിക് ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ഇൻ്റഗ്രൽ 0 ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമൈൻ ആണ്. മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ തന്നെ കുറേ കേഴ്സുകൾ വരും. ഒരു ഡൊമൈൻ്റെ അകത്ത് തന്നെ കുറേ കേഴ്സുകൾ വരും. അപ്പം ഇവിടെ ഒരു വലിയൊരു സി എന്ന് പറയുന്ന കേഴ്സിൻ്റെ ഉള്ളിൽ ചെറിയ സിമ്പിൾ ക്ലോസ്ഡ് കേഴ്സുകൾ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം എല്ലാത്തിനെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പൊ ഇവർ ഇത്രയേ പറയുന്നുള്ളൂ, നമ്മുടെ ആ ഒരു C1 C2 എക്സെട്ര CNഉം ആ ഒരു വലിയ കേവ് സിയും കൂടി കമ്പൈൻ ചെയ്യുന്ന ആ ഒരു റീജിയണിൽ നമ്മുടെ ഫംഗ്ഷൻ എഫ് അനലിറ്റിക് ആണെങ്കിൽ ആ വലിയ കേവ് സിന്റെ അകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും എന്ത്, നമ്മുടെ ചെറിയ ചെറിയ കേവ്സിന്റെ അകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതിന്റെ സം എടുക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? തിയറം പറഞ്ഞത് ക്ലിയർ ആയോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ. തിയറം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. ക്ലിയർ ആയിനല്ലേ? ഓക്കെ. ഇതാ ഇവിടെ ജസ്റ്റ് ഒരു കേവ് C1ഉം കേവ് C2ഉം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ C1 എന്ന് പറയുന്നത് ഔട്ടർ കേവ് ആണ്, C2 എന്ന് പറയുന്നത് ഇന്റീരിയറിലെ കേവ് ആണ്. അപ്പം ഈ ഒരു എന്താണ് ആനുലസ്, അതായത് ഇതൊരു ഡബ്ലി കണക്റ്റഡ് ആണ്. ആ ഡബ്ലി കണക്റ്റഡ് കേവ്സിന്റെ ഡബ്ലി കണക്റ്റഡ് ഡൊമൈനെ സംബന്ധിച്ചിടത്തോളം എന്താ വരിക, നമ്മൾ ഈ ഒരു തിയറം പൊട്ടിച്ചെഴുതുമ്പോൾ ഇന്റഗ്രൽ ഓവർ C1 FOZ dz ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C2 FOZ dz എന്നാ വരിക. കാരണം വലിയ കേവ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് C1 ആണ്, ചെറിയ കേവ് എന്ന് പറയുന്നത്, അതായത് ആ ഒരു C1ന്റെ ഉള്ളിലത്തെ കേവ് എന്ന് പറയുന്നത് C2. അപ്പം ഈ വലിയ കേവിന്റെ ഉള്ളിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും ആ ഒരു കേവിന്റെ ഉള്ളിലത്തെ കേവുകളിലെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന്റെ സമ്മ് എന്നാ പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ഇവിടെ ആകെ എന്തേ ഉള്ളൂ, ഒരൊറ്റ കേവ് മാത്രമേ ഉള്ളൂ ഈ ഒരു C1ന്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ അതിന്റെ ഇന്റഗ്രൽ ഓഫ് C2 എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് C1 തന്നെ ഈക്വൽ ആയിരിക്കും. വേറെ ഏതെങ്കിലും ഒരു കേവും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് അതിന്റെ സമ്മ് എടുക്കേണ്ട ആവശ്യം വരിക. ഇപ്പൊ ഈ ഒരു വലിയ കേവിന്റെ ഉള്ളിലാണ് കേവുള്ളത്. അപ്പം ഇതിന്റെ രണ്ടിന്റെയും ഇന്റഗ്രൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇന്റഗ്രൽ ഓവർ C1 എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ C2 ഈക്വൽ ആയിരിക്കും. അതായത് നിങ്ങൾ നോക്കിയട്ടെ, ഇത് ഇവിടെ ഒരു ട്രിപ്ലി കണക്റ്റഡ് ഡൊമൈൻ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ എന്താ വരിക, ഇന്റഗ്രൽ ഓവർ C1 FOZ dz ഈക്വൽ ടു FOZ dz പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 FOZ dz. സംഭവം പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ? ഞാൻ നേരത്തെ ജനറൽ ആയിട്ടായിരുന്നു മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ്റെ കേസ് പറഞ്ഞത്. ഇത് എന്താണ് ഓരോരോ പർട്ടിക്കുലർ, അതായത് ഒന്ന് ഡബ്ലി കണക്റ്റഡ് ആകുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്. അത് എന്തിനു മാത്രം ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്, ഇന്റഗ്രൽ ഓവർ C1 FOZ dz ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C2 FOZ dz. കാരണം ഉള്ളിൽ എന്താണ് ഒറ്റ കേവ് മാത്രമേ ഉള്ളൂ. അതേസമയം ഒരു ട്രിപ്ലി കണക്റ്റഡ് ഡൊമൈൻ എടുക്കുമ്പോൾ ഇന്റഗ്രൽ ഓവർ C1 FOZ dz ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C2 FOZ dz പ്ലസ് ഇന്റഗ്രൽ ഓവർ C3 FOZ dz എന്ന് വരും. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു എന്താ പറയാ, മൂന്ന് കേവ്സുകൾ ഉള്ളിൽ വരുമ്പോൾ അതെന്താവും, അതൊരു ടെട്രാ കണക്റ്റഡ് ഡൊമൈൻ ആകും. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ അതിന്റെ എന്താ എടുക്കുക, ഇന്റഗ്രൽ ഓവർ C1 FOZ dz ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C2 FOZ dz പ്ലസ് ഇന്റഗ്രൽ ഓവർ C3 FOZ dz പ്ലസ് ഇന്റഗ്രൽ ഓവർ C4 FOZ dz. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ്റെ കേസിലെ കോശീസ് തിയറം പറയുന്നത്. ക്ലിയർ ആയിട്ട് എല്ലാവർക്കും ഈ ഒരു കാര്യം? ഒന്നുമില്ല, വലിയൊരു കേവിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും ഉള്ളിൽ ഏതെങ്കിലും കേവ്സ് ഉണ്ടോ അതിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്തതിന്റെ സം എടുക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തട്ടെ, ക്ലിയർ ആയോ ക്ലിയർ ആയിട്ടില്ല എന്നുള്ള കാര്യം. ഓക്കെ. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമൈൻ്റെ കേസിൽ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഈ C is a simple closed curve enclosing z is equal to 0 and z is equal to 1. Then what is integral over C 1 by z into z minus 1 dz. നമുക്ക് തന്നിട്ടുണ്ട് C എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കേവ് ആണെന്ന് തന്നിട്ടുണ്ട്. ആ കേവിന്റെ ഉള്ളിലാണ് എന്ത്, ഒരു 0 എന്ന് പറയുന്ന പോയിന്റും ഒരു 1 എന്ന് പറയുന്ന പോയിന്റും ബിലോങ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തന്ന ഇന്റഗ്രൽ ഓവർ C 1 by z into z minus 1 dz എന്ന് പറയുന്ന ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് തന്നത് ഇത്രയേ ഉള്ളൂ, ഒരു കേവ് C ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു 0യും ഒരു 1ഉം ബിലോങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നതിനെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. എങ്ങനെയാ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമൈൻ്റെ കോശീസ് തിയറം എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നൊന്നും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിയില്ല. അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പോയിന്റുകൾ നോക്കുക. ഒന്ന് 0 തന്നിട്ടുണ്ട്, ഒന്ന് 1ഉം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ 0നെ സർക്കിൾ ചെയ്തുകൊണ്ട് ഒരു C1 എന്ന് പറയുന്ന ഒരു കേവ് വരക്കുക, C1നെ സർക്കിൾ ചെയ്തുകൊണ്ട് C2 എന്ന് പറയുന്ന വേറൊരു കേവ് വരക്കുക. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നോക്കിയാട്ടെ, 0 എന്ന് പറയുന്ന പോയിന്റിനെ കവർ ചെയ്തുകൊണ്ട് 0 എന്ന് പറയുന്ന പോയിന്റിനെ കവർ ചെയ്തുകൊണ്ട് C1 എന്ന് പറയുന്ന ഒരു സർക്കിൾ വരച്ചു.
1 എന്ന് പറയുന്ന പോയിന്റിനെ കവർ ചെയ്തുകൊണ്ട് C2 എന്ന് പറയുന്ന ഒരു കേർവും വരച്ചു. അപ്പൊ ഈ C1ഉം C2ഉം എന്താണ്, ഈ കേർവ് Cന്റെ ഇന്റീരിയറിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് കാണേണ്ടത് ഈ ഒരു വലിയൊരു C എന്ന് പറയുന്ന കേർവിന്റെ അകത്ത് ഈ ഒരു ഫംഗ്ഷൻ, അതായത് 1/z ഇൻറ്റു z-1 എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷന്റെ എന്താണ് കാണേണ്ടത്, ഇന്റഗ്രൽ ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ അതിന് എന്ത് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു, നമ്മുടെ ഈ ഒരു മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമൈനിന്റെ കോഷീസ് തിയറം പ്രകാരം ഉള്ളിലുള്ള ചെറിയ ചെറിയ കേർവ്സിന്റെ ഇന്റഗ്രൽ കണ്ടതിന് ശേഷം അത് സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ വലിയ കേർവിന്റെ ഇന്റഗ്രൽ കിട്ടുമെന്ന് ഞാനിപ്പോ പറഞ്ഞു. അപ്പം നമ്മളിപ്പം 0 എന്ന് പറയുന്ന കേർവിനെ സർക്കിൾ ചെയ്തുകൊണ്ട് ഒരു C1 വരച്ചു, 1 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനെ സർക്കിൾ ചെയ്തുകൊണ്ട് C2 എന്ന് വരച്ചു. അപ്പം ഇത് C1ലേക്കൂടിയും C2ലേക്കൂടിയും നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ സം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ആ ഒരു ഇന്റഗ്രൽ ഓവർ C f(z)dz എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് തന്ന ഫംഗ്ഷൻ നോക്കുക. എന്താണ് തന്നത്, f(z) = z ഇൻറ്റു z-1. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് 1/z ഇൻറ്റു z-1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, a/z പ്ലസ് b/z-1. ഇനി എന്താ ചെയ്യേണ്ടത്, എൻ്റെയും ബിന്റെയും വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പം എൻ്റെയും ബിന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ഈ ഒരു എനെ ബിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് ബിനെ എന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനോട് നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്റർ ആയ 1നോട് ഇക്വേറ്റ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചതാണ്, നമ്മുടെ കഴിഞ്ഞ സെമ്മിലും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം സിമ്പിൾ കാര്യങ്ങളാണ്, ഒന്ന് നിങ്ങൾ നോക്കുക. മറന്നു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു നമ്മുടെ ഏതായിരുന്നു ലാപ്ലേസിന്റെ എല്ലാം ഇക്വേഷൻ്റെ അകത്ത്, ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ്റെ അകത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. അപ്പം ഇവിടുന്ന് നിങ്ങൾ സെഡിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, സെഡിന് 1 കൊടുക്കുമ്പം ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് 0 ആയി പോകും. അപ്പം b ഇൻറ്റു 1 = 1 ഇംപ്ലൈസ് b = 1 നമുക്ക് കിട്ടും. സിമിലർലി z 0 കൊടുക്കുമ്പം ഈ ഒരു പോർഷൻ എന്താവും, 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും, -a = 1. ദിസ് ഇംപ്ലൈസ് a = 1 -1 കിട്ടും. അതായത് ഇതിലെ എൻ്റെയും ബിന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ദിസ് ഇംപ്ലൈസ് f(z) = -1/z പ്ലസ് 1/z-1. അപ്പൊ ഇതാണ് നമ്മുടെ f(z) എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു f(z)നെ ഞാൻ പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത്, ഇന്റഗ്രൽ ഓവർ C1ഉം ഇന്റഗ്രൽ ഓവർ C2ഉം കാണുക, അത് സമ്മ് ചെയ്യുക. അതിനോട് ഈക്വൽ ആയിരിക്കും എന്ത്, ഇന്റഗ്രൽ ഓവർ C എന്ന് പറയുന്നത്. അപ്പം ഇന്റഗ്രൽ ഓവർ C 1/z ഇൻറ്റു z-1 dz ഇന്റഗ്രൽ ഓവർ C1, നമ്മുടെ f(z)നെ ഞാൻ എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാന്ന് ഇവിടെ എഴുതുന്നത് -1/z പ്ലസ് 1/z-1 dz പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 -1/z പ്ലസ് 1/z-1. ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, this is equal to integral over C1 minus 1/z dz plus integral over C1 1/z-1 dz plus integral over C2 minus 1/z dz plus integral over C2 1/z-1 dz. ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്തു, ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ മാറ്റി എഴുതിനേലും. നമുക്കറിയാം എന്താണ് നമ്മുടെ ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടിയാണ് ഇന്റഗ്രൽ a പ്ലസ് ബി ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a ഡി സെഡ് പ്ലസ് ഇന്റഗ്രൽ ബി ഡി സെഡ്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് മാറ്റി എഴുതിയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഇന്റഗ്രൽ ഓവർ C1 -1 dz, അതായത് നമ്മുടെ ആ ഒരു സിംഗുലാർ പോയിന്റ് 0 എന്ന് പറയുന്നതാണ് C1 എന്ന് പറയുന്ന കേവിനുള്ളിലുള്ളത്. നമ്മുടെ ആ ഒരു C1ന്റെ ഉള്ളിൽ C1ന്റെ ഉള്ളിൽ എന്താണ് 0 ഉള്ളത്. അപ്പൊ നമ്മുടെ വാല്യൂ എന്തായി മാറും, നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചിട്ടുണ്ടായത്, this is equal to -2π വരും. കോഷീസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്തതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2πa വരും, ഇത് 0 വരും, ഇത് വീണ്ടും 0 വരും, ഇത് 2πa വരും. ടോട്ടൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അടുത്തൊരു തിയറം വെച്ചിട്ടാണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. ആ ഒരു തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നോക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോഷീസ് ഇന്റഗ്രൽ തിയറം എന്ന് പറയുന്ന കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞുതരാം. ഇതിന്റെ വാല്യൂ എങ്ങനെയാണ് 2π ആയി വരുന്നതിന്റെ കാര്യം പറഞ്ഞുതരാം.
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ടെക്സ്റ്റ് അതേപോലെ റെഫർ ചെയ്ത് വരുമ്പം ആദ്യം ഈ ഒരു പ്രോബ്ലം വരുന്നത്, അതിനുശേഷമാണ് നമ്മുടെ ആ ഒരു കോഷീസ് ഇന്റഗ്രൽ തിയറം വരുന്നത്. ഇത് ചെയ്യാൻ വേറെയും മെത്തേഡ് ഉണ്ട്, പക്ഷെ അതും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ രണ്ട് സാധനം കൂടി കൺഫ്യൂഷൻ അടിച്ചു പോകും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക സംഭവം. എന്ത്, നമ്മുടെ ഒരു കേവ് സി എന്ന് പറയുന്ന ആ കേവിന്റെ ഉള്ളിലേക്ക് കൂടി നമ്മൾ മാപ്പ് ചെയ്യുന്ന സമയത്ത് അത് C1-ന്റെയും C2-ന്റെയും ഇന്റഗ്രലിലെ സമ്മിനോട് ഈക്വൽ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോരോ ഇന്റഗ്രലിന്റെയും വാല്യൂ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ഇതിന്റെ സെപ്പറേറ്റ്, ഇതിന്റെ സെപ്പറേറ്റ്, ഇതിന്റെ സെപ്പറേറ്റ് എല്ലാം കണ്ടുപിടിച്ചിട്ട് അതെല്ലാം സം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത്രയും നിങ്ങൾ അവിടെ എന്താ പറയാ മനസ്സിലാക്കി വെക്കുക. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഈ ഒരു കേഴ്സിനെ പൊട്ടിച്ചെഴുതുന്ന കാര്യം പറഞ്ഞത് വരെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒന്ന് കമന്റ് ചെയ്തട്ടെ, അത്രയും ക്ലിയർ ആണോ എന്നുള്ള കാര്യം. ഓക്കെ, ഞാൻ ഇന്ന് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറയുന്നൊരു ഫോർമുല എടുക്കും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ ഞാനിപ്പോൾ താഴെ തന്നിരിക്കുന്ന ഇതേ വാല്യൂ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നാളത്തേക്ക് ഹോംവർക്ക് ചെയ്തിട്ട് വരണം. ഒന്നുമില്ല, ഞാനിപ്പോൾ ആ കോഷീസ് ഇന്റഗ്രൽ തിയറം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതിന്റെ കാര്യം. അപ്പോൾ എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എഴുതി പോയിക്കോ. പക്ഷെങ്കിൽ അതെങ്ങനെയാ വന്നതിന്റെ കാര്യം ഞാൻ നാളെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ അല്ലേ എല്ലാവരും? ഇനി ഒന്നുമില്ല, നമ്മൾ ഇതിന്റെ ഒരു വാല്യൂ എങ്ങനെയാന്ന് ഓരോന്നിന്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓരോ ഇന്റഗ്രലിന്റെ പർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇത് നിങ്ങൾക്ക് വേറെയും വഴിയിൽ ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ അതും നമുക്ക് എന്തായാലും ഒരു കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുല പഠിക്കാനുണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോൾ വേണ്ടാണ്ട് എന്തിനാണ് വേറൊരു അനാവശ്യമായിട്ട് ഫോർമുല യൂസ് ചെയ്തിട്ട് രണ്ടും കൂടി കൺഫ്യൂഷൻ ആക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്, ഇത്രയും അവിടെ നിങ്ങൾ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പറയുന്ന ആ ഒരു ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ഈ ഓരോ പർട്ടിക്കുലർ വാല്യൂസും നിങ്ങൾ കാണുക. ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട്, അതെങ്ങനെയാ വരുന്നതെന്നുള്ള കാര്യമാണ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങളത് കേട്ടിട്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഇവിടെ എഴുതിയ ഈ ഒരു വാല്യൂവിനോട് ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയിലേക്ക് കടക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു പ്രോബ്ലത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ നാളെ വീണ്ടും പറഞ്ഞുതരും കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും അതിന്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇപ്പൊ തന്നെ എന്താ ഒരു കോഷീസ് ഇന്റഗ്രൽ ഫോർമുല പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് തിരിച്ചു പോയിട്ട് അതിന്റെ വാല്യൂസ് എങ്ങനെയാണ് വരുന്നതിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കിയട്ടെ, കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്താ പറയുന്നത്? If f of z be unlet in a simply connected domain D, then for any point z0 in D and any simple closed path C in D that encloses z0, f of z0 is equal to 1 by 2 pi I integral over C f of z divided by z minus z0 into dz. ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു എന്താണ് റിസൾട്ടാണ്. ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്യേണ്ടി വരും ഈ ഒരു മൊഡ്യൂളിൻ്റെ അകത്ത്. ഈ ഒരു മൊഡ്യൂളിനകത്തല്ല, ഇനി അടുത്ത മൊഡ്യൂളിനകത്തും ആ ചെറിയ ഭാഗത്ത് ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. എന്താണ്, നമുക്കൊരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ തന്നിട്ടുണ്ട് ഡി. അതിൻ്റെ അകത്ത് നമുക്കൊരു എഫ് ഓ സെഡ് എന്ന് പറയുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷനും തന്നിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്, ഒരു Z0 എന്ന് പറയുന്ന പോയിന്റ് എവിടെയുണ്ട്, നമ്മുടെ ആ ഒരു സി എന്ന് ആ ഡൊമൈൻ്റെ അകത്തുണ്ട്. ആ ഒരു ഡൊമൈൻ്റെ അകത്ത് ആ സിമ്പിൾ ക്ലോസ്ഡ് കേർവിന്റെ ഇന്റീരിയറിലായിട്ടുണ്ടെങ്കിൽ അപ്പം ആ ഒരു പോയിന്റിൽ നമ്മുടെ എഫ് ഓഫ് സെഡ് നോട്ട് പറയുന്നത് 1 by 2 pi I ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഈ സെഡിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒന്നുമില്ല, നമുക്കൊരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കേർവ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ കോഷീസ് തിയറം പറഞ്ഞത് എല്ലാ പോയിന്റിലും അനലറ്റിക് ആയ ഒരു ഫംഗ്ഷനെ കുറിച്ചായിരുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു Z0 എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ആ ഒരു കേർവിന്റെ ഉള്ളിൽ അനലറ്റിക് അല്ലാണ്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഈ ഒരു കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യുന്നത്. അതായത് എഫ് ഓഫ് Z0 ഈക്വൽ ടു 1 by 2 pi I ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ആയിരിക്കും അത്. ക്ലിയർ ആയിനോ? ഒന്നുമില്ല, നമ്മുടെ കോഷീസ് തിയറം പറയുന്നത് നമ്മുടെ എഫ് ഓ സെഡ് എന്ന് പറയുന്ന ത്രൂ ഔട്ട് അനലറ്റിക് ആണെങ്കിൽ ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കേർവ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാ പറഞ്ഞത്. ഇവിടെ
കോശീസ് ഇന്റഗ്രൽ ഫോർമുല പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഉണ്ട്, അതിൻ്റെ അകത്തൊരു കേവ് സി ഉണ്ട്, ആ ഒരു അവിടെ എന്തുണ്ട് എഫ് ഒ സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആയിട്ടുണ്ട്. മേ ബി അവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ ആ ഒരു ഫംഗ്ഷന്റെ അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അറ്റ് എ പോയിന്റ് അവിടുത്തെ ആ ഒരു എഫ് ഒ സെഡിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ള കാര്യമാണ് നമ്മുടെ ഈ ഒരു കോശീസ് ഇന്റഗ്രൽ തിയറം വെച്ച് പറയുന്നത്. അതായത് എഫ് ഒ സെഡ് നോട്ട് ഈക്വൽ ടു 1/2π ഇന്റഗ്രൽ ഓവർ സി എഫ് ഒ സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഡി സെഡിനോട് അത് ഈക്വൽ ആയിരിക്കും. സംഭവം മനസ്സിലായിനോ നിങ്ങൾക്ക്? കോശീസ് ഇന്റഗ്രൽ ഫോർമുല എന്താ പറയുന്നതിന്റെ കാര്യം മനസ്സിലായിനോ? ക്ലിയർ ആയിനോ പറഞ്ഞ കാര്യം? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞു വെച്ച ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. എന്താ ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ C1 എന്ന് പറയുന്നത് ആ ഒരു കേവ് 0 എന്ന് പറയുന്ന പോയിന്റിനെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. 1 എന്ന് പറയുന്ന പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കേവ് എന്ന് പറയുന്നത് C2 ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം എന്ന് നിങ്ങൾ നോക്കിയട്ടെ. ആദ്യം പറഞ്ഞത് കേവ് C1ലൂടെ -1/z dz എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ വാല്യൂ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു എന്താണ് അറ്റ് z=0 എന്ന് പറയുന്ന പോയിന്റിൽ അനലിറ്റിക് ആവില്ല. കാരണം എന്താ? z-ന് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പം നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ട് വരൂല. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ആ 0 എന്ന് പറയുന്നത് ഈ ഒരു C1 എന്ന് പറയുന്ന കേവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതൊരു സിംഗുലാർ പോയിന്റ് ആണ്. ആ സിംഗുലാർ പോയിന്റ് എവിടെയാ ബിലോങ് ചെയ്യുന്നത്? C1ന്റെ ഇന്റീരിയറിലാണ്. അപ്പൊ C1ന്റെ ഇന്റീരിയറിൽ അങ്ങനെ ഒരു സിംഗുലാർ പോയിന്റ് ഉണ്ടെങ്കിൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്? 1/2πi ഇൻറ്റു 1/2πi ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ആണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡിനോട് ഈക്വൽ ആയിരിക്കും. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ ഓവർ സി -1/z dz ഇത്രയും ഒരു പോർഷൻ ആണ്. അപ്പൊ അതിനോട് ഈക്വൽ ആകാൻ വേണ്ടിയിട്ട് എന്ത് വേണം? നമ്മുടെ ഇവിടെയുള്ള ഈ 2πiനെ ഈ ഒരു ന്യൂമറേറ്ററിന്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തിനോട് ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്? 2πi ഇൻറ്റു എഫ് ഓഫ് സെഡിനോടായിരിക്കും ഈക്വൽ ആവുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ എന്താണ് എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് സീറോ. ഇവിടെ എന്താണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? 1 ആണ് വരുന്നത് അല്ലെ? ഫംഗ്ഷൻ ആയിട്ട് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് അല്ലേ? അപ്പം എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് -1 വരും, സെഡ് എന്ന് പറയുന്നത് അങ്ങനെ, സെഡ് നോട്ട് എന്ന് പറയുന്നത് 0. അപ്പൊ 1/z മൈനസ് 0. അപ്പം 2πi ഇൻറ്റു എഫ് ഓഫ് എന്താണ് 0 വരും. അതായത് -1 ഇൻറ്റു 2πi അതാണ് ഇവിടെ വരുന്നത്. പിന്നെ സെയിം വേ അടുത്ത് എന്താണ് C1 എന്ന് പറയുന്ന പോയിന്റിലാണ് C1 എന്ന് പറയുന്ന കേവില് 1 എന്ന് പറയുന്നത് സിംഗുലാരിറ്റി ആയിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ നോക്കിയാട്ടെ നിങ്ങൾ, ആ C1ന്റെ എക്സ്റ്റീരിയർ പാർട്ടിലാണ് നമ്മുടെ 1 എന്ന് പറയുന്ന എന്ത് വരുന്നത്? സിംഗുലാരിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ എന്തായിരിക്കും? ഈ ഒരു C1 എന്ന് പറയുന്ന ആ ഒരു കേവിനെ സംബന്ധിച്ചിടത്തോളം ത്രൂ ഔട്ട് അനലിറ്റിക് ആയിരിക്കും. ദാറ്റ് മീൻസ് ആ ഒരു കേവിൻ്റെ അകത്ത് എന്തായിരിക്കും? നമ്മുടെ കോശീസ് തിയറം പ്രകാരം അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് ഞാൻ ഇവിടെ ഇതാ എഴുതിയിട്ടുണ്ട്, 0 ആയിരിക്കും. സിമിലർ വേ എന്താണ് നമ്മുടെ അടുത്തത് C2 എന്ന് പറയുന്ന ആ ഒരു കേവിനെ സംബന്ധിച്ച് 0 എന്ന് പറയുന്ന പോയിന്റ് എക്സ്റ്റീരിയർ ആയിരിക്കും. ദാറ്റ് മീൻസ് ആ ഒരു കേവില് നമ്മുടെ ഈ 1/z dz എന്ന് പറയുന്ന ത്രൂ ഔട്ട് അനലിറ്റിക് ആയിരിക്കും. ദിസ് മീൻസ് ഇതെന്തായിരിക്കും? ഇത് 0 ആയി പോകും. അടുത്തത് C2 എന്ന് പറയുന്ന കേവില് 1/z മൈനസ് 1 എന്ന് പറയുന്നതാണ്. അപ്പം എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് അവിടെ 1 വരും, സെഡ് നോട്ട് എന്ന് പറയുന്നത് 1 വരും. അതായത് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട്. ഇവിടുത്തെ 1 ആണ് നമ്മുടെ സിംഗുലാരിറ്റി. ഇപ്പൊ C2നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിംഗുലാരിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഇന്റീരിയർ പാർട്ടിലാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു കോശീസ് ഇന്റഗ്രൽ തിയറം പ്രകാരം എന്ത് വരും? അത് 2πi ഇൻറ്റു എഫ് ഓഫ് 1 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് വരും. അപ്പോൾ അതിന്റെ വാല്യൂസ് ആണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. ഒന്നാമത്തെ കേസിൽ -2πi വരും, കാരണം 2πi ഇൻറ്റു എഫ് ഓഫ് 0 എന്ന് പറയുന്നത് -1 ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അടുത്ത കേസിൽ 0 ആണ്, അതിന്റെ അടുത്ത കേസിലും 0 ആണ്. ലാസ്റ്റ് കേസിൽ 2πi ഇൻറ്റു 1 വരും. അതായത് -2πi പ്ലസ് 2πi എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഞാനിപ്പം കുറച്ച് സ്പീഡ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു പോർഷൻ്റെ അകത്ത് ഇത്രയും പാർട്ടിൽ എങ്ങനെയാണ് നമ്മളെ വാല്യൂ കൊടുക്കുന്നതിൽ കാര്യം നിങ്ങളൊന്ന് ഹോംവർക്ക് പോലെ ചെയ്തിട്ട് വരിക. നമ്മൾക്ക് കോശീസ് ഇന്റഗ്രൽ തിയറം ഞാനിപ്പം ബാക്കിയുള്ള പ്രോബ്ലംസ് ഒന്ന് പറഞ്ഞു തരാം.
അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പൊ പറഞ്ഞത് പ്രത്യേകിച്ച് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ സി നോക്കുക, നമ്മുടെ ആ ഒരു പോയിന്റ് സിംഗുലാരിറ്റി ഇന്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ എന്നുള്ള കാര്യം നോക്കുക. സിംഗുലാരിറ്റി ഇന്റീരിയർ ആണെങ്കിൽ നമ്മുടെ കോശീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാം. സിംഗുലാരിറ്റി എക്സ്റ്റീരിയർ ആണെങ്കിൽ കോശീസ് തിയറം യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടും. പറഞ്ഞത് ക്ലിയർ ആയിനോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ. ഇത് കുറച്ച് എന്താണ് പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊന്നെന്താ അത് ഗ്രാസ്പ് ചെയ്ത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തരണോ എങ്ങനെയാ വേണ്ടതിന്റെ കാര്യം. ഇതൊരു പ്രോബ്ലം മാത്രം. ലാസ്റ്റ് പാർട്ടോ? ഏത് ലാസ്റ്റ് പാർട്ടാ? ഇപ്പൊ പ്രോബ്ലം ചെയ്തതിന്റെ ആണോ? ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഒരു കോശീസ് തിയറവും കോശീസ് ഇന്റഗ്രൽ ഫോർമുലയും മാറിപ്പോവാണ്ടിരിക്കണം. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിക്കുക. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്, ത്രൂ ഔട്ട് അനലിറ്റിക് ആണെങ്കിൽ അതിൽ കോശീസ് തിയറം യൂസ് ചെയ്താൽ മതി. കാരണം ആ ഒരു കേവിന്റെ ഉള്ളിൽ അനലിറ്റിക് ആയിരിക്കും ത്രൂ ഔട്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിന്റെ ഇന്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കോശീസ് ഇന്റഗ്രൽ ഫോർമുല പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു കേവ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ ആ ഒരു അനലറ്റിസിറ്റി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് അധികം ഇവാലുവേറ്റ് ചെയ്യുന്ന മതിതാ. ഇവിടെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ഇ റൈസ് ടു സെഡ് ഇൻറ്റു സെഡ് മൈനസ് 2 ഡി സെഡ് എന്നാ തന്നിട്ടുണ്ടാവുക. അപ്പൊ ഇതിനോട് നമുക്ക് ഈക്വൽ ആക്കണ്ടെങ്കിൽ ഈ ഒരു 2πi എന്ന് പറയുന്നത് ഇതിനോട് കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ ഈ ഒരു പ്രോബ്ലം പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ലാസ്റ്റത്തെ പ്രോബ്ലത്തിലേക്ക് ഒന്ന് കടക്കാം. അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നിങ്ങൾ ഈ ഒരു പ്രോബ്ലം നോക്കിയാട്ടെ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ഇ റൈസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 2 ഇൻറ്റു ഡി സെഡ് വേർ മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 1. നമുക്ക് മോഡ് സെഡ് ഈക്വൽ ടു 1 മാത്രം നോക്കാം, ബാക്കി അടുത്തത് നോക്കാം. അപ്പം ഒന്നാമത്തെ കേസിൽ എന്താ പറയുന്നത്, മോഡ് സെഡ് ഈക്വൽ ടു 1, അതായത് ഒരു യൂണിറ്റ് സർക്കിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ ഒരു യൂണിറ്റ് സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സിംഗുലാരിറ്റി എന്ന് പറയുന്നത് 2 ആണ് അല്ലെ. ഇവിടെ സെഡ് മൈനസ് 2 ആണ്. അത് ഈക്വൽ ടു 0 ആകണ്ടെങ്കിൽ സെഡ് എപ്പോഴും 2 ആയിരിക്കും. അപ്പൊ 2 എന്ന് പറയുന്നതാണ് എന്ത്, ഈ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം സിംഗുലാർ പോയിന്റ് വരുന്നത്. അപ്പൊ പക്ഷെ ആ 2 എന്ന് പറഞ്ഞ എന്താ, നമ്മുടെ ഔട്ട്സൈഡ് ആണുള്ളത്. ഈ ഒരു യൂണിറ്റ് സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഔട്ട്സൈഡ് ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ വാല്യൂ 0 ആണെന്ന് പറയാം. ഇനി നിങ്ങൾ ഈ മോഡ് സെഡ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ്, ആ ഒരു സർക്കിളാ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയട്ടെ. അങ്ങനെ ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ സിംഗുലാരിറ്റി എന്ന് പറയുന്ന 2 എന്താണ്, ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആണല്ലേ. അപ്പം ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിളിൽ കോശീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്ത് എങ്ങനെയാ പറയാ, എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 1/2πi ഇ റൈസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട്. അപ്പം എഫ് ഓഫ് 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 1/2πi ഇൻറ്റു ഇന്റഗ്രൽ ഇ റൈസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 2 ഡി സെഡിനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ ഒരു പോർഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ എന്താ ഇവിടെ, ആ ഒരു കോശീസ് ഇന്റഗ്രൽ ഫോർമുല ആയിട്ട് കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ എഫ് ഓഫ് സെഡ്. ഇത് എന്ന് പറയുന്നത് സെഡ് മൈനസ് സെഡ് നോട്ട്. അപ്പൊ ഇവിടുത്തെ എഫ് ഓഫ് സെഡ് നോട്ട്, എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞത് ഇ റൈസ് ടു സെഡ് ആയത് കൊണ്ട് തന്നെ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇ റൈസ് ടു 2 ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള ടേംസ് ആയി 1/2πi കൊടുക്കുക, അങ്ങനെ എഴുതി കൊടുക്കുക. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു പോർഷൻ ആണ്. അപ്പൊ ഈ ഒരു പോർഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ 2πi കൊണ്ടുപോയിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഇവിടെ ചെയ്തത്. എന്ത്, 2πi ഇൻറ്റു ഇ സ്ക്വയർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഇ റൈസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 2 ഇൻറ്റു ഡി സെഡ്. ഈ പ്രോബ്ലം പറഞ്ഞത് ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ ഞാൻ മുകളിലത്തെ പ്രോബ്ലം പറഞ്ഞുതരാം. ഈ പ്രോബ്ലം ചെയ്തത് ക്ലിയർ ആയിനോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ. സിമ്പിൾ ആണല്ലോ. നിങ്ങൾ ആ ഒരു എന്താ പറയാ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി. നമ്മുടെ ഈ ഒരു ഇക്വേഷനകത്തുനിന്ന് നമുക്ക് എപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള ഈ ഒരു ഇന്റഗ്രൽ പാർട്ട് മാത്രമായി ചോദിക്കാം. അപ്പൊ ഇന്റഗ്രൽ പാർട്ടിന്റെ ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ അതിന്റെ കൂടെയുള്ള ഈ 1/2πiന്റെ ആ ഡിനോമിനേറ്ററിന് എന്ത് ചെയ്താൽ മതി, ഈ ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്ററിനോട് കൊണ്ടുപോയിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും ഭാഗം സ്പ്ലിറ്റ് ചെയ്ത കാര്യം വരെ എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു. ഈ ഒരു പ്രോബ്ലത്തിന്റെ അകത്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് എല്ലാവർക്കും മനസ്സിലായില്ലേ? കർവ് C1നെയും C2നെയും വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. ഓക്കെ,
അങ്ങനെ ഇനി നിങ്ങൾ നോക്കട്ടെ, നിങ്ങൾക്ക് ഇത്ര കാര്യം കൂടി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം. എന്താണ്? C1 എന്ന് പറയുന്നത് സീറോനെ കണ്ടെയ്ൻ ചെയ്യുന്ന കേവ്, അതുപോലെ തന്നെ C2 എന്ന് പറയുന്നത് 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന കേവ്. C1നെ സംബന്ധിച്ച് 0 എന്ന് പറയുന്നതാണ് C1ന്റെ ഇന്റീരിയറിലുള്ളത്, 1 എന്ന് പറയുന്നത് C1ന്റെ എക്സ്റ്റീരിയറിലാണ് ഉള്ളത്. അതുപോലെ C2നെ സംബന്ധിച്ച് 1 ആണ് C2ന്റെ ഇന്റീരിയറിലുള്ളത്, 0 ആണ് C2ന്റെ എക്സ്റ്റീരിയറിലുള്ളത്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താ റോഷ്നി. ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു കേവ് C1നെയും C2നെയും ഞാൻ FOZ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതെല്ലാം ഓരോരോ ഇന്റഗ്രലാണ്. ഒന്ന് C1 എന്ന് പറയുന്ന ആ ഒരു കേവിലേക്ക് കൂടി ഒരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അടുത്തത് C1 എന്ന് പറയുന്ന കേവിലേക്ക് കൂടി അടുത്ത ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അടുത്ത C2 എന്ന് പറയുന്ന കേവിലേക്ക് കൂടി ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, സിമിലർ വേ C2 എന്ന് പറയുന്ന കേവിലേക്ക് കൂടി രണ്ടാമത്തെ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു പോർഷനില്ലേ -1/z എന്ന് പറഞ്ഞത്, അതിനെ FOZ ഡിവൈഡഡ് ബൈ z - z0 എന്ന് പറഞ്ഞ് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ FOZ എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. z - z0 എന്ന് പറയുമ്പോൾ z0 എന്ന് പറയുന്ന വാല്യൂ 0 ആണ്. അപ്പൊ നമ്മുടെ കോച്ചീസ് തിയറം യൂസ് ചെയ്യുമ്പം അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 2πi ഇൻറ്റു FO0നോട് ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയത്, 2πi ഇൻറ്റു FO0. ഇവിടെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് മൈനസ് ഔട്ട് സൈഡ് എടുത്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പം അങ്ങനെയാകുമ്പോൾ അവിടുത്തെ F എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് മാറുന്നേ ഉള്ളൂ. എങ്ങനെ എഴുതി കഴിഞ്ഞാലും സെയിം ആണ്. അപ്പം FO0 എന്ന് പറഞ്ഞാൽ എന്താണ്? F എന്ന് പറയുന്നത് ഇവിടെ 1 എന്ന് പറയുന്ന വാല്യൂ ആയതുകൊണ്ട്, അല്ലെങ്കിൽ -1 എന്ന് പറയുന്ന വാല്യൂ ആയതുകൊണ്ട് അവിടുത്തെ FO0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തെങ്കിലും കാര്യമായ ഒരു ചേഞ്ചും അവിടെ സംഭവിക്കില്ല. കാരണം ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പം അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഡയറക്റ്റ് ആയിട്ട് ആ 1 തന്നെ വരും. അപ്പം -1 ഇൻറ്റു 2πi എന്ന് പറയുന്നത് 2πi തന്നെയായി മാറും. കാരണം എന്താ? ആ ഒരു C1ന്റെ അകത്ത് നമ്മുടെ ആ ഒരു ഇന്റീരിയർ പോർഷനിലാണ് നമ്മുടെ 0 കിടക്കുന്നത്. C1നെ സംബന്ധിച്ചെടുത്ത് ഈ 1 എന്ന് പറയുന്ന പോയിന്റ് എന്താ? എക്സ്റ്റീരിയർ ആണുള്ളത്. എക്സ്റ്റീരിയർ ആണെങ്കിൽ എന്താണ്? ഈ ഒരു C1ന്റെ ഉള്ളിൽ ആ ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് എന്തായിരിക്കും? അനലിറ്റിക് ആയിരിക്കും. അനലിറ്റിക് ആണെങ്കിൽ നമ്മുടെ കോച്ചീസ് തിയറം പ്രകാരം ഇതിൻ്റെ അകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തേ കിട്ടും? നമുക്ക് 0 കിട്ടും. അതാണ് ഇവിടെ ഞാൻ 0 എന്ന് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇനി അടുത്ത നിങ്ങൾ നോക്കട്ടെ, C2 എന്ന് പറയുന്ന കേവ്. C2 എന്ന് പറയുന്ന കേവിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്? ഇത് FOZ ആണ്, ഇത് z - z0, അതായത് z - 0 എന്ന് വരും. ആ 0 എന്ന് പറയുന്ന പോയിന്റ് C2ന്റെ എവിടെയുള്ളത്? എക്സ്റ്റീരിയർ പാർട്ടിലാണ് ഉള്ളത്. ഇതാണ് C2, അതിന്റെ എക്സ്റ്റീരിയർ പാർട്ടിലാണ് നമ്മുടെ 0 എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം ഈ ഒരു C2നെ സംബന്ധിച്ചിടത്തോളം ഫംഗ്ഷൻ ത്രൂ ഔട്ട് അനലിറ്റിക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കോച്ചീസിന്റെ തിയറം പ്രകാരം നമുക്ക് എന്ത് കിട്ടും? അതിന്റെ വാല്യൂ 0 ആയിട്ട് കിട്ടും. അതാണ് ഇവിടെ 0 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. പിന്നെയോ അടുത്തത് എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറയുന്നത് എന്താണ്? C2 എന്ന് പറഞ്ഞ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്റീരിയർ ആണ്. അതായത് ഇത് FOZ, ഇത് z - z0. ഇവിടെ z - z0 എന്ന് പറയുന്നത് z0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2πi ഇൻറ്റു FO1നോട് ഈക്വൽ ആയിരിക്കും. FO1 എന്ന് പറഞ്ഞത് എന്ത് തന്നെയായിരിക്കും? ഇവിടെ F എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് അവിടുത്തെ 1ഉം FO1ഉം FO0 FO2 എന്ത് വേണ്ട എല്ലാ പോയിന്റുകളും 1 തന്നെയായിരിക്കും. അതാണ് അവിടെ 2πi ഇൻറ്റു, അതായത് 2πi ഇൻറ്റു 1 എഴുതിയത്. ഇനി എന്ത് ചെയ്യാം? ഈ ഉള്ളിലത്തെ കംപ്ലീറ്റ് ഭാഗവും 0 ആയിരിക്കും. ഇത് -2πiയും ഇത് +2πiയും ആകും. അത് രണ്ടിൻ്റെയും സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂ 0 കിട്ടും. ഇപ്പൊ പറഞ്ഞ ക്ലിയർ ആയിനോ എല്ലാവർക്കും? നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വരും. എല്ലാം ഇങ്ങനെ പറഞ്ഞ് തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ, നിങ്ങൾ അങ്ങനെ കേട്ട് പഠിക്കുക ചെയ്യുന്നത്. ജസ്റ്റ് അതൊന്ന് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ പറഞ്ഞു തന്ന കാര്യം ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും? ആ ഒരു പ്രോബ്ലം ചെയ്തത് റോഷ്നിക്ക് ക്ലിയർ ആയിനോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ ക്ലിയർ ആയിനോ അല്ലയോ എന്നുള്ള കാര്യം? കൺഫ്യൂഷൻ മാറിയോ? ക്ലിയർ. എവിടെയായിരുന്നു പ്രശ്നം വന്നത്? ഇപ്പൊ ചെയ്ത അതില്ലേ, അതന്നെ ഫോർമുല വെച്ചിട്ട് ചെയ്യണ്ടേ? ഫോർമുല വെച്ച് യൂസ് ചെയ്യുന്നത് അത് ഈ കോച്ചീസ് ഇന്റഗ്രൽ തിയറം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് ആദ്യം ഫസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അങ്ങനെയുള്ളത് മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമൈനിന്റെ കേസ് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കോച്ചീസ് ഇന്റഗ്രൽ ഫോർമുല പറയുന്നത്. അവിടെ വേറൊരു റിസൾട്ട് യൂസേജ് ആണ്. സാധാരണ നമ്മുടെ ഇന്റഗ്രേഷൻ യൂസേജ് ആണ് ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഈ കോച്ചീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ടാണ്
നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് കോച്ചീസ് ഇന്റഗ്രൽ ഫോർമുല പറഞ്ഞതിന് ശേഷം ഈ പ്രോബ്ലത്തിലേക്ക് കടന്നത്. ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ടോ ആ ഒരു കാര്യം പറഞ്ഞത്? ഇത്രയും പോർഷൻസ് പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടോ? അല്ല മിസ്, ക്ലിയർ ആണ്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു നോക്കണം കേട്ടോ. ഞാൻ പറയുന്നത് കേട്ടിട്ട് മാത്രം നിങ്ങൾ ആ മനസ്സിലായെന്നുള്ള കാര്യത്തിൽ ഇരിക്കാൻ പാടില്ല. ഇതൊരു പുതിയ കോൺസെപ്റ്റാണ്. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവാൻ ടൈം എടുക്കും. എല്ലാവർക്കും ക്ലിയർ ആണോ? ബോയ്സ് എന്താ ഒന്നും കമന്റ് ചെയ്യാത്തെ? ബോയ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദ്യം തന്നെ കേൾക്കുന്നതുകൊണ്ടാണ്. അതൊന്ന് സെറ്റായിക്കോളും. ബോയ്സ് ക്ലിയർ ആണോ? ഇനി അടുത്ത് എടുക്കാൻ ടൈം ഉണ്ടാവില്ല. 2 മിനിറ്റ് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക്. ജസ്റ്റ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാൻ ഇന്ന് സമയം ഉണ്ടാവില്ല. നമുക്ക് ആകെ എന്ത് കാര്യങ്ങളെ മൈൻഡിൽ ഉണ്ടാവുന്നുണ്ടോ? കോച്ചീസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് അനലറ്റിക് ആയിരിക്കും. ഒരു പോയിന്റിൽ പോലും അനലറ്റിസിറ്റി നഷ്ടപ്പെടാത്ത ഒരു എന്താ പറയുക ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളാണ് നമ്മുടെ കോച്ചീസ് തിയറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ് 0 ആണെന്ന് പറ്റി എഴുതാൻ പറ്റും. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് അങ്ങനെ ഒരു അനലറ്റിസിറ്റി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു പോയിന്റ് സിംഗുലാർ പോയിന്റ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിന്റെ അകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വാല്യൂവിന്റെ കാര്യം കൂടി ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു കോച്ചീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോർമുല നമുക്ക് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളോട് ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല ചോദിക്കുക. ഡയറക്റ്റ് ആയിട്ട് ഇപ്പം എന്താണ് അറ്റ് എ പോയിന്റ് z0ന്റെ അകത്ത് നിങ്ങളുടെ ഈ ഒരു ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്നല്ല ചോദിക്കുക. ഇതുപോലെ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരിക. അപ്പോൾ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ് തരുമ്പം ഈ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു പോർഷൻ കണ്ടുപിടിക്കുന്നത് കോച്ചീസ് ഇന്റഗ്രൽ തിയറം യൂസേജ് കണ്ടുപിടിക്കുമ്പം അതിന്റെ കൂടി ഒരു 1/2πi എന്ന് പറയുന്ന ഫോർമുലയും കൂടി ഒരു വാല്യൂയും കൂടി നിങ്ങൾക്ക് കിട്ടും. അതിനെ കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ മാത്രമേ വേണ്ടൂ. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണോ തരുന്നത് അത് മാത്രം നമുക്ക് കണ്ടുപിടിക്കണ്ടു. ഇവിടെ നമുക്ക് ആ ഒരു 1/2πi വേണ്ട. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ മാത്രമേ കണ്ടുപിടിക്കണ്ടൂ. അങ്ങനെ കണ്ടുപിടിക്കുമ്പം നമുക്ക് ഇതിന്റെ കൂടെ ഈ കോച്ചീസ് ഇന്റഗ്രൽ ഫോർമുലയിൽ ഉണ്ടായ ഈ ഒരു 1/2πi നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്ററോട് കൂടി 2πi മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ എന്ത് വരും? ഇവിടെ 2πi മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും 2πi മൾട്ടിപ്ലൈ ചെയ്യും. ആ 2πയും 2πയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്ത് മാത്രമേ ബാക്കി വരൂ? ഇവിടെ ഒരു f(z)(z−z0) വരും. ഇവിടെ എന്ന് പറയുന്നത് 2πi × f(z0) എന്ന് വരും. അപ്പം അതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിച്ചു പോവുക. നമുക്കിതാ ഈ ഒരു മുകളിലത്തെ ഈ ഒരു പ്രോബ്ലത്തിലായി കഴിഞ്ഞാലും ഇവിടെ എന്താണ് ആ 1/2πi എന്ന് പറയുന്ന സാധനമില്ല. ഏത് വാല്യൂവിൻ്റെ അകത്തും ഇല്ല. ഇതെല്ലാം ജസ്റ്റ് ആ ഒരു ഇന്റഗ്രൽ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. എന്താണ് ഇത്? 2πi × f(0) വരും. ഇത് 2πi × f(1) വരും. ഇത് 2πi × f(0) വരും. ഇത് 2πi × f(1) വരും. പക്ഷേ ഇവിടെ രണ്ട് സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ആ f(0) ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ C1 എന്ന് പറയുന്ന ആ ഒരു കർവിനെ സംബന്ധിച്ചിടത്ത് 1 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആയിരിക്കും. C2 എന്ന് പറഞ്ഞ ആ ഒരു കർവിനെ സംബന്ധിച്ച് 0 എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സൈഡ് ആണ്. അപ്പോൾ ഈ ഒരു സെലക്ട് ചെയ്ത ഭാഗത്തെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് നമ്മുടെ കോച്ചീസ് തിയറം പ്രകാരം 0 ആയിട്ടങ്ങ് പോകും. നമുക്ക് ആകെ കണ്ടുപിടിക്കേണ്ട വാല്യൂ ഇതാ. ഇതിന്റെ വാല്യൂം കണ്ടുപിടിക്കണം, ഇതിന്റെ വാല്യൂം കണ്ടുപിടിക്കണം. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഫംഗ്ഷൻ ഒരു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ ഫോർമുല തരുന്നെങ്കിൽ ആ മോൾ ഭാഗമായിരിക്കും നിങ്ങളുടെ f(z), താഴെ ഭാഗമായിരിക്കും നിങ്ങളുടെ എന്ത് ആ ഒരു z−z0 എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ആക്കിയിട്ട് മാത്രമല്ലേ എല്ലാ പ്രോബ്ലവും ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ. ഏതൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാലും നമുക്ക് വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ തരുന്നെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റും. അതിനുശേഷമാണ് നമ്മുടെ ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. സിമിലർ വേ തന്നെയാണ് ഇവിടെ z−z0 അതായത് z−0 എന്ന് വരും. മുകളിൽ f(z) എന്ന് പറയുന്നത് -1 മാത്രമായിട്ട് വരും. ഇവിടെ f(z) എന്ന് പറയുന്നത് 1 ആണ്. പിന്നെയോ z−z0 എന്ന് പറയുമ്പോൾ ആ z0 എന്ന് പറയുന്നത് 1 ആയിട്ടും വരും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ആ ഒരു കോച്ചീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു കോച്ചീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താവും? കുറച്ചും കൂടി ക്ലിയർ ആവും എങ്ങനെയാണ് ചെയ്യേണ്ടതിന്റെ കാര്യം. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോയിട്ട് അതായത് ഇന്ന് ഈ ഒരു കോച്ചീസ് ഇന്റഗ്രൽ ഫോർമുലേൻ്റെ അകത്ത് ഇവിടെ ഈ ആദ്യത്തെ ഈ ഒരു പ്രോബ്ലം ചെയ്തത് വരെ ഇത്രയും ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക.
വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നാളത്തെ ക്ലാസ്സിന് മുന്നായിട്ട് എന്നോട് പറയാം. മീൻസ് ഇന്ന് എന്താ എപ്പോഴാണോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത് അതിനുശേഷം ഒരു 7 മണിക്ക്, വൈകുന്നേരം 7 മണിക്ക് മുന്നായിട്ട് എന്നെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ആയിനോ അല്ലോ എന്നുള്ള കാര്യം. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലമാണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ. പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഒന്ന് റോൾ നമ്പർ പറഞ്ഞാൽ 1 2 3